സാവിത്രി ചെന്ന് നോക്കുമോളെ ചെല്ല. അമ്മായി അകത്തോണ്ട് വെച്ചേക്ക്. നന്ദിനി അവിടെ എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അപ്പച്ചിയെ കാണണം എന്നൊരേ വാശി. പിന്നെ വരുമ്പോ എങ്ങനെയാ വെറുകയോടെ വരിക? ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ. നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ മറന്നുപോയി ചേട്ടാ. ഒക്കെ വിധിയാ സാവിത്രി. അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താ? ഞാൻ തീരുമാനിച്ചതാ? അല്ല, ഈശ്വരൻ തീരുമാനിച്ചു, ഞാൻ വന്നു. ഓ, ഞങ്ങളെന്നാ ഞാൻ കാപ്പി എടുക്കട്ടെ? നിക്ക് അവളുണ്ടാക്കും കാപ്പിയൊക്കെ. അവളും ഇതൊക്കെ പഠിക്കട്ടെ. തന്നെയല്ല, എത്ര കാലമെന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക? ചെല്ലു മോളെ. എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത്. എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത്. പണ്ട് ഇടവപ്പാതിക്കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെളിവെള്ളവും തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നീയെ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ തല്ലത്രേ എനിക്ക്. എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല. നീ അച്ഛന്റെ പുന്നാര മോളല്ലേ. ആവൂ, കോടതിയിൽ പോവാൻ വേണ്ടി അച്ഛൻ തേച്ചലക്ക് വെച്ചിരുന്ന കുപ്പായത്തില് എന്റെ കൈ തട്ടി മഷി വീണു. പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു, ഏട്ടനല്ലച്ചാ ഞാനാ മഷി തട്ടിയതെന്ന്. അന്ന് എന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? മറക്കാൻ പറ്റുമോ ഏട്ടാ എനിക്കതൊക്കെ? ബക്കാല നിലവാടി, ബക്കാല നിലവാടി, മുക്കാല. നാട്ടുകാർ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ തന്നെ നാട്ടുകാരെ ഒരുപാട് പരാതികളുണ്ട്. ഒരു പ്രശ്നം. എങ്ങോട്ടാ? ഇപ്പൊ ആദ്യം ആഹാരം കഴിക്കുന്നു. ആഹാരം അത് കഴിഞ്ഞ് വേറെ പ്രശ്നമുണ്ട്. നാട്ടുകാർ കൈ വെക്കുന്നതിന് മുമ്പ് പോയിട്ട് വരാം. എത്ര കൊല്ലമായി ഇതുപോലെ പുളിങ്കറി കൂട്ടിയിട്ട്? സത്യം പറഞ്ഞാൽ ഒരു 10-25 കൊല്ലം പുറകോട്ട് പോയ പോലെ തോന്നുക. കേട്ടോ നന്ദിനി, നിന്റെ അമ്മയുടെ കയ്യല്ല അപ്പച്ചയുടെ കയ്യ്. ഒക്കെ കണ്ടു പഠിച്ചോ. ഇവിടെ ആരും ഇല്ലേ? ആരാ മോളെ? ചെന്ന് നോക്ക്. നീ ആ പുളിങ്കറി കുറച്ച് ഒഴിക്ക. ഇതാര്? അച്യുതന്റെ അമ്മയെ വിളിക്കും. ഇയാളുടെ കയ്യിൽ നിന്നാണ് അച്യുതൻ ദുബായി പോകാൻ കാശ് വാങ്ങിച്ചത്. ഇതുവരെ ചോദിക്കാതിരുന്നത് പറഞ്ഞ ദിവസം എന്റെ കാശ് തരുമെന്ന് വിചാരിച്ചിട്ടാ. മര്യാദയ്ക്ക് എന്റെ കാശ് തരുന്നോ അതോ ഞാൻ വേറെ വല്ല വഴി നോക്കണോ? പോയി ചോദിക്കേ. എങ്ങനെ? അല്ല, വേണ്ട വേണ്ടെന്ന് വിചാരിച്ചാൽ സമ്മതിക്കുമല്ലോ. ആരാ അവിടെ ഒച്ചെടുക്കുന്നത്? അച്ചേട്ടൻ വാങ്ങിച്ച കാശ് കൊടുക്കാൻ. അതെന്താ സാവിത്രി, അച്ചു കാശൊന്നും വെച്ചിരുന്നില്ലേ? അവൻ വരുമ്പോ കാശൊക്കെ ഒന്നിച്ചു കൊണ്ടുവരാൻ എഴുതിയിരിക്കുന്നു. കയ്യിലിരിക്കുന്ന കാശും കൊടുത്തിട്ട് കടിക്കുന്ന പൂച്ചാരടിച്ചെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയല്ലോ. ഒരവധി പറഞ്ഞു തന്നില്ല, രണ്ടാവധി പറഞ്ഞു തന്നില്ല, ഇപ്പൊ മൂന്നവ. എന്താടോ? ഇയാളുടെ കയ്യിൽ നിന്നാ അച്യുതൻ 8000 രൂപ ദുബായി പോകാൻ മേടിച്ചത്. ആണോടോ? മുഖത്ത് നോക്കി പറയണോ? മനുഷ്യരായ അങ്ങോട്ട് മനുഷ്യരായാല് പറഞ്ഞ വാക്കിന് കുറച്ചൊക്കെ വില വേണം. താൻ ഞങ്ങളെ കൊച്ചാക്കാൻ നോക്കൊന്നും വേണ്ട. അയാളെ ഒരു 8000 ഉലുവ. ബസ് മുതലാളി KP തങ്കപ്പൻ നായരാ ഞാൻ. വൈകുന്നേരത്തെ വീട്ടിലേക്ക് വന്നേരെ, തന്റെ കാശ് വന്നേക്കാം. വൈകുന്നേരം മറക്കാതെ കാശ് വാങ്ങിച്ചോണം. ഒരുപാടുണ്ടല്ലോ. കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റോ ഒന്ന് വാങ്ങി. കാഴ്ചക്ക് ഒരു 10 പോകാൻ തോന്നിക്കില്ലേ?
വേറും റോൾഡ് ഗോൾഡ് വില 85 രൂപ. പിന്നെ വാച്ച് നല്ല ഒരെണ്ണം തന്നെ അങ്ങ് വാങ്ങിച്ചു. ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും. അവർക്കെന്തുണ്ട്? അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. മിഠായിയോ? നീ പോയി കല്ലിങ് എടുത്തോണ്ട്. കല്ലോ? ആ എളുപ്പമായിട്ട് ഒരു നമ്പറുണ്ട്. ചെല്ലി ചെന്നാട്ടെ. അച്യുതാ, എനിക്ക് തരാനുള്ള 500 രൂപ എന്നാ ഞാനങ്ങ് പോയേനെയായിരുന്നു. മാഷെ തിരക്ക് കൂട്ടാതെ. ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം. കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം? തൽക്കാലം എത്ര ഇരിക്കട്ടെ. വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ല, ഇത്രയെങ്കിലും കോയ വാങ്ങണം. കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നിങ്ങി വന്നേ. ഞാൻ ഇതങ്ങ് അകത്ത് കൊണ്ടുപോവാ. അതായത് ഇതിനകത്താണ് കല്ല്, അതായത് TV. മനസ്സിലായല്ലോ? ഇതിനകത്ത് വെറും വൈക്കോല്. രണ്ടുകൂടെ മാറിപ്പോയാലുള്ള പ്രശ്നം അറിയാലോ. രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടല്ലോ. ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും. നിങ്ങളെപ്പോഴാ സിനിമ പിടിക്കുക? പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. അമ്മാവന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരൻ്റെതാണ്. എനിക്കൊരു കല്യാണാലോചന. പണക്കാരൻ ആയിക്കോട്ടെ. ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം. അതെ, നമുക്കിതൊക്കെ ഒന്ന് കെട്ടിവെക്കാം. ഏത് എയർപോർട്ടിലാ വരുന്നത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ നമുക്ക് കാറും കൊണ്ടുപോയി വിളിച്ചോണ്ട് വരായിരുന്നു. ഇതിപ്പോ തിരുവനന്തപുരത്താണോ, എറണാകുളത്താണോ, തൃശ്ശൂർ എയർപോർട്ടിലാണോ, ആർക്കറിയാം. തൃശ്ശൂരിൽ എയർപോർട്ടില്ല, ചാലക്കുടിയിലേ ഉള്ളൂ. ആരെ കാണാനാടാ ചോദിച്ചോണ്ട് വെക്കണേ? പോടാ. അല്ല, അച്ഛൻ ഇന്ന് തന്നെ വരുമെന്നല്ലേ കത്തിലുള്ള? വന്നിട്ട് വല്ല അത്യാവശ്യം വല്ലതും ഉണ്ടോ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ ഇവിടെ പല വീട്ടിൽ പോടാ. അച്ഛൻ ഒന്ന് വീട്ടിൽ പോകുന്നുണ്ടാ? മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷം ഇട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്തൊരാളുകളാ ഭഗവാനാ ഇത്. ഒരുത്തൻ ദുബായിൽ നിന്ന് വരുന്നു കേട്ടാ ഉടനെ കാത്തു കെട്ടി കിടന്നോളും. നാണമില്ലല്ലോ ഈശ്വര. ദുബായിൽ നിന്ന് കേട്ടപ്പോഴാണല്ലോ അമ്മാവനും പറ്റി കൂടിയത്. എന്താ അല്ല, ഇവിടെ പറഞ്ഞ അപ്പോഴേ അച്യുതൻ വന്നാൽ അങ്ങ് വീട്ടിൽ വരുമല്ലോ, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. എന്താ പാർവതി നീ പറയണത്? ആയിരക്കണക്കിന് മൈൽ അകലെന്നാ അവൻ വരണത്. അവൻ വരുമ്പോ നമ്മളാരും ഇവിടെ ഇല്ലാന്ന് വെച്ചാൽ അവനെന്താ വിചാരിക്കുക? ഏടേ വിശ്വ, ഈ അച്യുതൻ എത്ര നാളത്തെ ലീവ് ഉണ്ടേ? അത് പിന്നെ അവൻ ആവശ്യമുള്ളത്ര ലീവ് എടുക്കാനുള്ള സ്വാതന്ത്ര്യം അവൻ അവന്റെ അറിവ് കൊടുത്തിട്ടുണ്ട്. നീ വീട്ടിൽ പോടാ. അങ്ങോട്ട് വീട്ടിലോട്ട് വരുമല്ലോ. പോട്ടടേ. അല്ല, എവിടെ ചെന്നാലും എനിക്കിട്ടൊരു വേല. എല്ലാവർക്കും കാണാം. എണ്ണായിരം രൂപ അമ്മാവും കൊടുത്തു മോനെ. ഞാൻ അറിഞ്ഞു. പെട്ടിക്കെടുത്തോ. സാരമല്ല, വേറെ ഉണ്ട്. അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മായി നന്ദിനി എല്ലാരും ഉണ്ടല്ലോ. കൊണ്ടുവരൂ. അകത്തേക്ക് പെട്ടികളൊക്കെ അകത്ത് പോട്ടെ. അല്ല, ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ച വേണ്ട, ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചോളൂ. അല്ല മാവ, എന്നെ കാണാമെന്ന് ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ? സൂക്ഷിച്ചിറക്കണേ. പോട്ടെ സാറേ. കാറിന്റെ വാടക 1000 രൂപ കിട്ടിയില്ലേ? കിട്ടി. 1000 രൂപയോ? തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇതുവരെ വന്നതല്ലേ? 100-300 രൂപ കൂടുതല. ചെല്ലു. കാശുള്ളപ്പോ നമ്മൾ എല്ലാവർക്കും കൊടുക്കണ്ടേ? എന്താ മാറി നിന്ന് പറഞ്ഞത്? എന്നെ മറന്നോ? അച്യുതൻ വലിയ ആളായി പോയില്ലേ? ഞങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞത് എന്നെ ഭാഗ്യം. ഞാൻ വലിയ പണക്കാരനെന്ന് വെച്ച് പഴയ സുഹൃത്ത് ബന്ധം മറക്കാൻ പറ്റുമോ? അല്ല മാവ, ഈ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ? പിടിപെടാ. നീ അങ്ങ് വളർന്നു പോയില്ലടി വെച്ചേ. അച്ചൂട്ടിന് കുടിക്കാൻ കാപ്പിയോ ചായയോ? എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് മോര് മതി. കണ്ടോ ശങ്കര, പഴയതൊന്നും മറന്നിട്ടില്ല. മോര് മതി. ഇന്ന് അച്ഛന്റെ സംസാരത്തിന് പോലും ഒരു മാറ്റവും ഇല്ല.
പഴയതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അമ്മാവ? അല്ലേ അമ്മേ? അമ്മാവ, ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാച്ച് കൊടുത്തേക്കട്ടെ. എന്താ? ഓരോ റിസ്റ്റ് വാച്ചേ. നിന്റെ നിലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു അച്യുതാ. കൊടുക്കുന്നേ കൊടുക്കട്ടെ, ഓരോരുത്തരുടെ ആഗ്രഹമില്ലേ? ദയവ് ചെയ്ത് വീട്ടിൽ പോടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. ഇയാള് ശരിയാവില്ല. കൂട്ടുകാരെ, പവിത്ര, വിശ്വ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാൻ റാവൽപിണ്ടി എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതാ, നമുക്ക് വൈകുന്നേരം കാണാം. ഇപ്പൊ പൊക്കോളൂ. ബൈ. വീട്ടിലോട്ട് വരുമല്ലോ. എല്ലാവരും പിരിഞ്ഞു പോണം. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോ. താൻ അങ്ങോട്ട് പോണേ. ഇവിടക്ക് വാ, ഇവിടക്ക് നിക്കടോ. അമ്മാവന് മേടിച്ചതൊക്കെ എയർപോർട്ടിൽ കിടക്കുക. ക്ലിയറൻസ് കഴിഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട അച്യുതാ, നീ വന്നല്ലോ, അത് തന്നെ ധാരാളം. അതെടുക്കും. ഇതെടുക്ക്. ഇങ്ങനെ മാറിക്കടോ. ഇത് കിട്ടുവാടോ. അതെടുക്കും. അത് കളർ ഭാരം കൂടുതലാണ്. ആ, പിടിക്കും. സൂക്ഷിച്ചു. ഇത് പിടിക്കും. ഇത് പിടിച്ചു പോലെ. അങ്ങോട്ട് അങ്ങോട്ട്. തല ചീത്ത പ്ലീസ്. നടക്കും. ഭയങ്കര സൂക്ഷിച്ച്.